പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളിപ്പോൾ പുതിയൊരു വഴിത്തിരിവിലാണ് വന്നു നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ലാലിയെ പിടികൂടുന്നത്. ഇതോടെ ലാലി, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഒരു ഉപകാരവുമില്ല, നീ അപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? അയ്യോ, എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ പറയുന്നത് സത്യമാണ്, എന്നെ വിശ്വസിക്കണം. നിന്നെ കൊണ്ട് എങ്ങനെയാ സത്യം പറയിപ്പിക്കേണ്ടത് എന്നോ എനിക്ക് കൃത്യമായി അറിയാം. ഗണ്ണ് പുറത്തെടുത്തിരിക്കുകയാണ് ദേവ്ജി. ഇതോടെ ഞെട്ടിപ്പോകുന്ന ലാലി, അയ്യോ എന്നോട് ക്ഷമിക്കണം, നീ സത്യങ്ങൾ എന്നോട് പറയുന്നതാണ് നല്ലത് ലാലി, ഇല്ലെങ്കിൽ ഞാനിത് പ്രയോഗിക്കും. അതിലൊരു സംശയവും നിനക്ക് വേണ്ട, ഞാൻ അത്ര നല്ലവനൊന്നുമല്ല, അറിയാമല്ലോ. ദേവ്ജി, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആര്? ആ സുമിത്ര. എനിക്ക് പൈസ തന്നു, ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. എന്നെ ഉപദ്രവിക്കരുത് ദേവ്ജി. ഓഹോ, അങ്ങനെയാണ്. അപ്പോൾ നിനക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അത് തത്ത പറയുന്നത് പോലെ ഞങ്ങളോട് പറ. ഇതോടെ ലാലി തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. സാഗറിനെയും സുജയെയും ഉപദ്രവിക്കണം എന്ന് സുമിത്രയും ബാലുവും തീരുമാനിച്ചതാണ്. ഞാൻ അവരെ പണ്ട് സഹായിച്ചു. ആ കുഞ്ഞിനെ മാറ്റി കൊടുത്തത് ഞാൻ തന്നെയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അപ്പോ ബലരാമനാണ് മൂത്ത സഹോദരനല്ലേ? അതെ, ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയാനും തയ്യാറാണ്. എന്നെ കൊല്ലരുത് ദേവ്ജി. ശരി, തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടെ കാര്യങ്ങൾ, ബാക്കി നമുക്ക് പിന്നീട് ചെയ്യാം. നീ എന്തായാലും ഞങ്ങളുടെ കസ്റ്റഡിയിലിരിക്കെ. ഇതൊന്നും അറിയാതെ മുന്നിലേക്ക് പോവുകയാണ് കൃഷ്. പക്ഷേ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങൾ ആരും അറിയരുത്. ദേവ്ജി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇനി കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇതിനിടയിൽ കൺമണിയെ കാണാൻ എത്തുന്ന കൃഷ്, നീ ടെൻഷനിലാണല്ലോ? ഏ അല്ല, കൃഷ് സാറിന് തോന്നിയതാവും. ഒരു തോന്നലുമില്ല, നീ ടെൻഷനില്ല. കാര്യം പറ, എന്താ പ്രശ്നം? ഒന്നുമില്ല കൃഷ് സാർ, വെറുതെ ഓരോന്നും പറയണ്ട. അങ്ങനെയാണോ? എന്നാൽ എനിക്കൊരു കിസ് തന്നിട്ട് പോ. മറ്റാരുമില്ല ഇവിടെ. ഇതോടെ കൺമണി കൃഷിന് ഒരു കിസ് കൊടുത്തിരിക്കുകയാണ്. ഇതോടെ കൃഷും ഹാപ്പിയാകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് കൃഷ് ലാലിയെ കാണാൻ ഇടയാകുന്നത്. മാത്രവുമല്ല, ലാലി പറയുന്നത് കേൾക്കാൻ ഇടയാകുന്ന കൃഷാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ കൺമണിയും അതുപോലെ തന്നെ ദേവ്ജിയും ചേർന്ന് തന്നെ ചതിക്കുകയാണ് എന്ന കാര്യം തിരിച്ചറിയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.